ഏതായാലും പെരുന്നാൾ പ്രമാണിച്ച് വെടിനിർത്തിയിരുന്ന രണ്ട് രാജ്യങ്ങൾ അവർ വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈദ് പ്രമാണിച്ച് കുറച്ച് ദിവസത്തേക്ക് വെടിനിർത്തൽ ഉണ്ടായിരുന്നു. വെടിനിർത്തൽ കരാറില്ലായിരുന്നു. വെടിനിർത്തൽ വാക്കാലുള്ള വെടിനിർത്തൽ സൗദി അറേബ്യയും മറ്റും ഇടപെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ധാരണയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ധാരണ പൊളിച്ചുകൊണ്ട് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു ഭീരങ്കി ആക്രമണം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിരിക്കുന്നു. 3 സാധാരണപ്പെട്ടവർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സിയാവുർ റഹ്മാനാണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അഫ്ഗാനിസ്ഥാൻ സൈന്യം തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള വെടിക്കെട്ടുകളാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. അതൊരു യുദ്ധമായി, ഇപ്പോൾ യുദ്ധസമാനമെന്നല്ല, യുദ്ധ സംഘർഷ മേഖല തന്നെയാണ് ഇപ്പം മിഡിൽ ഈസ്റ്റ്. അഫ്ഗാനിസ്ഥാനോടും പാകിസ്ഥാനോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കനത്ത ആക്രമണത്തിന് ഇരയാകുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ പ്രതിരോധിക്കാനായി വലിയ രീതിയിൽ തന്നെ പ്രത്യാക്രമണം നടത്തുന്ന ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ വെച്ച് ഇറാന്റെയും അമേരിക്കയുടെ പ്രതിനിധികൾ സംസാരിക്കുമെന്നൊക്കെ വാർത്തകൾ വരുന്നത്. അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.